അങ്ങനെ നമ്മൾ മേഘമല എസ്റ്റേറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളാണുള്ളത്. മനസ്സിന് കുളിർമയേകുന്ന തരത്തിലുള്ള ഹരിത പ്രകൃതി ഭംഗിയാണ് നമുക്ക് ചുറ്റും ഉള്ളത്. എന്തായാലും നമ്മളിപ്പം ഈ എസ്റ്റേറ്റിൻ്റെ സൈഡിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി ആസ്വദിക്കുവാൻ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തി. അങ്ങനെ ഞാൻ തേയിലയുടെ മനോഹാരിത കണ്ട് നമ്മുടെ ക്യാമറയിലേക്ക് വീഡിയോ എല്ലാം ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തേയിലയ്ക്കിടയിൽ കൂടി ഒരുപാട് കാറ്റാടിമരമാണെന്ന് തോന്നുന്നു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തേയിലയൊക്കെയാണെങ്കിൽ കൊളുന്തെടുക്കാൻ ഭാഗത്തിലാണ് എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തേയിലയിലെ പച്ചപ്പ് നന്നായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കണ്ട് എന്തായാലും ജോബിറ്റ് തൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കാരണം മുകളിലോട്ട് നല്ല വെയിലുണ്ട്, എന്നാൽ തണുപ്പാണുള്ളത്. എങ്കിലും വെയിൽ കണ്ണിലേക്ക് അടിക്കുന്നതുകൊണ്ട് അവൻ ആ കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് തന്നെയാണ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. കൂടെ ജീവനായും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇതാ ഇമ്മാനുവലും റോസുമോളും പുറത്തേക്ക് ഇറങ്ങി. റോസു കയ്യിലിരിക്കുന്ന ഒരു റബ്ബർ പന്ത് ഇങ്ങനെ കറക്കിക്കൊണ്ടാണ്. അപ്പോഴാണ് ഞാൻ മുകൾ ഭാഗത്ത്, റോഡിൻ്റെ എതിർവശത്തും മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ നിൽക്കുകയാണ്. ജോബറ്റും റോസുമോ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആസ്വദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു. കാരണം ഇനി അങ്ങോട്ട് കാണാൻ ഒരുപാട് സംഗതികളുള്ളത് കൊണ്ട് ഞങ്ങളവിടെ ഒരുപാട് വെയിറ്റ് ചെയ്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് മേഘമലയിൽ എത്തണം, ഇതിൻ്റെ മുകളിൽ എത്തേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി നേരെ കയറ്റം കയറി നല്ല വളവുകളൊക്കെ തിരിഞ്ഞ്, ജോബിറ്റാണ് നല്ല ഡ്രൈവിംഗ് ആണ്. നമുക്ക് ആസ്വാദകമാകുന്ന രീതിയിൽ ജോബിറ്റ് ഡ്രൈവിംഗ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിലെല്ലാം ഞാൻ പുറത്തെ കാഴ്ചകൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം തേയിലക്കാടിൻ്റെ അറ്റത്തായിട്ടൊരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. എന്തായാലും ഒരുപാട് ആൾക്കാരൊന്നുമില്ല, എങ്കിലും കാണുവാൻ എത്ര മനോഹരമാണ്. ഇവിടെ കൂടുതലുള്ളത് എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. അപ്പം ഓരോ വണ്ടികൾ കുളന്തെടുക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ഊട്ടിയിൽ കൊടൈക്കനാലിൽ കാണുന്ന പോലെ തകർഷിട്ടിട്ട് ഒരുപാട് വീടുകൾ ഇതാ അങ്ങ് ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കായിട്ട് അവർ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഈ കെട്ടിടങ്ങൾ, ചില കെട്ടിടങ്ങൾ ഓടിട്ടതുണ്ട്. ഇപ്പോൾ കാണുന്നതൊക്കെ തകർഷീറ്റാണ്. കാരണം ഇവിടെ ഒരുപാട് തണുപ്പൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. തകർഷീറ്റിട്ടാൽ ചൂട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും തകർഷീറ്റും ഓടുമിട്ട വീടുകളാണ് നമ്മൾ മുഴുവനും കണ്ടത്. ഒരു വാർക്ക കെട്ടിടം പോലും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് കുറേയും കൂടെ പോകുവാൻ നമുക്കുണ്ട്. കുറേ വണ്ടികളൊക്കെ പോയതൊക്കെ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിൽ കൂടി പോയാൽ 2 സ്ഥലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റും. ഇതൊന്ന് കൊടൈക്കനാലിലും ചെല്ലാം, ഇനി വേറെ ഏതോ ഒരു സ്ഥലമുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. നിങ്ങളെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും ഈ യാത്ര മിസ്സിങ് ആക്കരുത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോകുവാൻ സാധിക്കുമെങ്കിൽ അവിടെ ചെല്ലുക. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ
നമുക്ക് പറയാം.